മുടി തഴച്ചു വളരാൻ വേണ്ടിയിട്ട് പ്രകൃതിദത്തമായ ഈ ഒരു കൂട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണേ. മുടി കൊഴിച്ചിലും മുടിയുടെ കട്ടി കുറയുന്നതും ഇന്ന് പലരെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണല്ലേ. വിപണിയിൽ ലഭിക്കുന്ന രാസവസ്തുക്കൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് പിന്നാലെ പോകുന്നതിനേക്കാൾ നമ്മുടെ അടുക്കളയിലുള്ള 2 ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഹെയർ സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് നമ്മുടെ മുടി വളർച്ചയെ 3 ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും കുറഞ്ഞത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണേ. അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് സവാള എടുക്കണം കേട്ടോ. അതിന് നല്ലവണ്ണം തൊലി കളഞ്ഞ് കഴുകിയെടുക്കണം. കാരണം അതിൽ ചെറിയ ചെറിയ പൂപ്പലൊക്കെ കാണും കറുത്ത കളറിൽ. അത് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാൻ കാരണം ആവും. അതുകൊണ്ട് നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കഴുകിയില്ല എങ്കിൽ 2-3 സവാളയുടെ പാളി ഒന്ന് ഇളക്കി കളഞ്ഞാലും മതി. അതിനുശേഷം ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലാക്കി വെള്ളം ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ലവണ്ണം അരച്ചെടുക്കാം. അരച്ചിട്ട് അതിനെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. നമ്മുടെ സവാളയിലാണെങ്കിൽ ഉയർന്ന അളവിൽ സൾഫർ അടങ്ങിയിരിക്കുന്നുണ്ടേ. ഇതിലെ സൾഫർ മുടിവേരുകളെ ബലപ്പെടുത്താനും പുതിയ മുടികൾ മുളപ്പിക്കാനും സഹായിക്കും. ഇത് തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും അണുബാധകൾ തടയുകയും ചെയ്യും കേട്ടോ. ഇനി സവാള ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സവാളയുടെ രൂക്ഷഗന്ധം മാറാൻ ഷാമ്പു ചെയ്ത ശേഷം അല്പം നാരങ്ങ നീര് ചേർത്ത് വെള്ളത്തിൽ മുടി കഴുകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം, തലയോട്ടിയിൽ അലർജിയോ മുറിവോ ഉള്ളവർ ഇത് പരീക്ഷിക്കുന്നതിനേക്കാളും മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അല്ല എങ്കിൽ നമ്മളിപ്പം സവാള കട്ട് ചെയ്ത് അരച്ച് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കത്തില്ലേ, ആ സമയത്ത് ഒരു 2-3 തുള്ളി നാരങ്ങയുടെ നീരൊഴിച്ചാലും ഇതിൻ്റെ രൂക്ഷമായ ഗന്ധം നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ ഇത് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ണിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. കണ്ണിൽ വന്നു കഴിഞ്ഞാൽ കണ്ണ് നീറാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാറുണ്ടല്ലേ, അത് കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകും കേട്ടോ. അതുകൊണ്ട് ഏറ്റവും നല്ല ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ തലയിൽ സവാളയുടെ ജ്യൂസ് അല്ലെങ്കിൽ ചെറിയ ഉള്ളിയുടെ ജ്യൂസ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. നമ്മൾ 2 സവാളയുടെ ജ്യൂസ് പിഴിഞ്ഞെടുത്തപ്പോൾ നല്ലൊരു അളവിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 ദിവസം എന്തായാലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എത്ര സവാളയുടെ ജ്യൂസാണ് കിട്ടിയത് ആ അളവിൽ കുറച്ച് വെള്ളം ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് 1 സ്പൂണ് നമ്മുടെ കാപ്പിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നല്ലവണ്ണം തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്താലും നമ്മൾ സവാളയുടെ ജ്യൂസ് എത്രയാണോ കിട്ടിയത് അത്രയും മതി കേട്ടോ. നമ്മുടെ കട്ടൻ ചായയിലെ കഫീൻ മുടി കൊഴിച്ചിലിന് കാരണമാകുന്ന ഹോർമോണുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. കൂടാതെ ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മുടിക്ക് സ്വാഭാവിക തിളക്കം നൽകാനും സഹായിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനും ഈ ഒരു സൊല്യൂഷൻ സഹായിക്കും കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ നരച്ച മുടിയൊക്കെ ഉള്ളവർക്ക് ഇത് ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടിയുടെ കളറിൽ വ്യത്യാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അത് തിളച്ച് വന്ന് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ഞാൻ ഒന്ന് തണുക്കാൻ വയ്ക്കുന്നുണ്ട്. നമ്മുടെ കട്ടൻ ചായ നല്ലവണ്ണം തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ സവാളയുടെ ജ്യൂസ് അളന്ന് നോക്കുന്നുണ്ട്. ആ അളവിൽ തന്നെ ഞാൻ നമ്മുടെ കട്ടൻ ചായയും എടുക്കുന്നുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുളിക്കുന്നതിന് ഒരു 20 അല്ലെങ്കിൽ 30 മിനിറ്റ് മുന്നേ തലയിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലവണ്ണം ഒരു മസാജ് കൊടുത്ത് മുടിയിലും സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്തിട്ട് ഷാമ്പു ഉപയോഗിച്ച് നമുക്ക് കഴുകി കളയാവുന്നതാണേ.